അമ്പോ ഇതിന് മുകളിൽ അപ്പടി ചക്കയാണല്ലേ. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ കുന്നംകുളത്ത് ജിംസിയുടെ വീട്ടിലാണുള്ളത്. ചക്ക വറക്കാൻ വേണ്ടിയിട്ട് ചക്ക ഇടാൻ വേണ്ടി പറമ്പിലേക്ക് പോകുന്ന രസകരമായ കുറച്ച് കാഴ്ചകളും മറ്റുമാണ് ഈ വീഡിയോയിലുള്ളത്. പിന്നെ ചക്ക വറക്കുന്നതും ഉണ്ട്. അപ്പോൾ ബാക്കി വീഡിയോയിൽ കാണാം. ഇതാണ് ഞങ്ങളുടെ പറമ്പിലെ ആനപ്പാറ. ഇവിടെ സ്പ്രിംഗ്ലർ ഓൺ ചെയ്തിട്ടുണ്ട്, നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നന്നാരിയുടെ ചെടി. കുളത്തിന്റെ കോളാമ്പിപ്പൂ ഇട്ടിട്ടാ നമ്മൾ നാളെ വീഡിയോ ഇട്ടില്ലേ, കാട്ടോർഗിഡ് അവിടെ ഉണ്ട്. കണ്ടില്ലേ? എവിടെ ചക്ക? അമ്പോ ഇതിന് മുകളിൽ അപ്പടി ചക്കയാണല്ലേ. മാറിക്കാല് തലക്ക് വീണാലോ അപ്പു പറഞ്ഞ പോലെ. ചക്ക വറക്കുന്നതിന് ആദ്യപടിയായി ചക്ക 2-3 പീസുകളാകണമല്ലോ. അപ്പൊ അതിന് മഴ എടുത്ത് തലങ്ങും വിലങ്ങും ജിംസി വെട്ടി പീസാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചക്ക പീസാക്കിയിട്ട് അതിൻ്റെ ചുളയൊക്കെ വേർപെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിന്ന് കുരു മാറ്റി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. അതിൻ്റെ പണിയാണ് ഇപ്പോൾ മക്കളും ജെന്നും എല്ലാവരും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് മേജോളിനത നല്ല സോഡയൊക്കെ ഒഴിച്ച് നന്നാരി സർബത്ത് ഉണ്ടാക്കിയിരുന്നു. അടിപൊളിയായിരുന്നു. ജിംസിയാണ് നന്നാരി സിറപ്പ് എറണാകുളത്ത് ഉണ്ടാക്കിക്കൊണ്ടെന്നാണ്. എന്തായാലും ഈ സമയത്ത് അത് കുടിച്ചപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമായി. ഭയങ്കര ചൂടാണല്ലോ. അങ്ങനെ ചക്കയൊക്കെ പീസാക്കി കഴിഞ്ഞിട്ടാ. ഇനി ഇതാ വറുത്തുകൊണ്ടിരിക്കുകയാണ് ജിംസിയും മമ്മിയും കൂടിയിട്ട്. പിന്നെ കുറേശ്ശെ വറുത്തെടുക്കണം. ദാവോളിനും കൊടുത്തു വിടണം ഷാർജയ്ക്ക്. എന്തായാലും കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. നല്ല മൊരിയായിട്ടുള്ള അടിപൊളി ചക്ക വറുത്തത്. എല്ലാവരും കൂടിയിട്ട് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ്. പിന്നെ അമ്മായിയും മക്കളും കൂടിയിട്ട് തേങ്ങ പുതുക്കിയാണ് എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങോട്ട് പോട്ടെ. അപ്പു വന്നിട്ട് അച്ചാച്ചനെ സഹായിക്കണേ. രാത്രി ഒരു 8 മണിയാകുമ്പോഴേക്കും എറണാകുളത്തേക്ക് തിരിക്കണം. ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അമർത്തിയേരെ.